നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ വന്ന് കൊട്ടിയിട്ട് പോകുന്നു. റയൽ തീർന്നടാ തീർന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷമാണ് ചിലയിടത്തൊക്കെ. സംഗതി ശരിയാണ്. സാധാരണ റയൽ മാഡ്രിഡിന് അനുഭവമില്ലാത്ത ഒരു പ്രത്യേകതരം സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. പക്ഷെ അതുകൊണ്ട് റയൽ തീർന്നു എന്നൊക്കെ ഇപ്പോഴേ വിധി എഴുതാൻ പോകണോ? അത് റയലിൻ്റെ ചരിത്രം അറിയാത്തവർക്ക് പറ്റുന്ന വലിയൊരു തെറ്റായിരിക്കും. ഒന്നും തീർന്നിട്ടില്ല. റയലും ഫ്ലോറന്റീനോ പെരസും ഒക്കെ 10 മടങ്ങ് ശക്തിയിൽ ഉയർത്തെഴുന്നേക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ശരിയാണ്, സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ ഞായറാഴ്ച അവർ പരാജയപ്പെടുന്നു. തിങ്കളാഴ്ച കോച്ച് സാബി അലോൺസോയെ സാക്ക് ചെയ്യുന്നു. ബുധനാഴ്ച പുതിയ കോച്ച് അൽവാരോ അർബിലോയുടെ കീഴിൽ കൊപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 അൽബാസെറ്റ എന്ന 2ാം ഡിവിഷനിൽ കളിക്കുന്ന, അവിടെ 17ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനോട് പൊട്ടി പുറത്താവുന്നു. വാട്ട്സ് ഹാപ്പനിങ് ടു റിയൽ മാഡ്രിഡ് എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. പക്ഷെ അതുകൊണ്ട് റയൽ അവിടെ തീർന്നു എന്നൊന്നും ആരും പറയാൻ മുതിരേണ്ട. ശരിയാണ്, ചില തീരുമാനങ്ങളിലൊക്കെ പിഴച്ചിട്ടുണ്ട് എന്നാണ് ഫുട്ബോൾ ലോകം നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സാബി അലോൺസോയുടെ ആ ഒരു സാക്കിങ്ങിൽ ഈ കളി കൂടി വരെയൊക്കെ വെയിറ്റ് ചെയ്യാമായിരുന്നു. കാരണം സൂപ്പർ കോപ്പ ഡി എസ്പാന എന്ന് പറഞ്ഞാൽ 2 കളികൾ ജയിച്ചാൽ കപ്പെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. അതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുത്ത് സാക്ക് ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, കാരണമെന്നും അതിന് മുമ്പുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഫൈനൽ റിസൾട്ടായിട്ട് വന്നിട്ടുള്ള സാക്കിംഗ് ആണ് എന്നൊക്കെയാണ് നിരീക്ഷണമെങ്കിൽ പോലും ഫൈനൽ റിസൾട്ട് എന്താണ്, അതാണല്ലോ നോക്കേണ്ടത്. ലാലിഗയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തല്ലേ. അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് 8 കൊപ്പ ഡെൽ റേയിൽ റൗണ്ട് ഓഫ് 16 ആയിരുന്നില്ലേ. ഇപ്പോൾ പുറത്തായി, അത് വേറെ കാര്യം, അത് സാബി പോയതിനു ശേഷമാണ്. അപ്പോൾ സാബിയെ പുറത്താക്കും മുമ്പുള്ള സ്ഥിതിയായി പറയുന്നത്. അപ്പോൾ ആ തീരുമാനം തെറ്റിപ്പോയി എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. സാബിക്ക് സമയം കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ഈ സീസണിലെ അവസ്ഥ എന്താണെന്നറിയോ? കൊപ്പ ഡെൽ റേ പോയി, സ്പാനിഷ് സൂപ്പർ കപ്പ് പോയി, ഇനിയിപ്പോൾ 2 ടൂർണമെൻറ്റുകൾ ബാക്കിയുണ്ട്. ലാലിഗയിൽ ടോപ്പ് 4 ലാലിഗയിൽ ടോപ്പ് 4 അല്ല, ലാലിഗയിൽ ടോപ്പ് 2 രണ്ടാമതാണ്. 4 പോയിൻ്റാണ് ബാഴ്സലോണയോട് പുറകിലുള്ളൂ. പകുതി മത്സരങ്ങൾ ഇനിയും കളിക്കാനുണ്ട്. ഒരു എൽ ക്ലാസിക്കോ കൂടി ബാക്കിയുമുണ്ട്. ഓൾറെഡി ഒരു എൽ ക്ലാസിക്കോ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം. പിന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് 8 ഇപ്പോൾ 7ാം സ്ഥാനത്താണ്. ആദ്യ 8 സ്ഥാനത്തുള്ളവർ ഡയറക്റ്റ്ലി റൗണ്ട് ഓഫ് 16 കടക്കുകയും ചെയ്യും. അപ്പോൾ സാബി എറ എൻഡ് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ പോലും ഫ്ലോറന്റീനോ പെരസും റയൽ മാഡ്രിഡും ഒക്കെ ഇവിടെ തീരും എന്നൊക്കെ ചിലരുടെ ആഘോഷം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. ശരിയാണ്, ചില പ്രശ്നങ്ങൾ ഈ ടീമിനുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അങ്ങ് എല്ലാം കൂടി പരിഹരിക്കപ്പെടുമെന്ന് നമ്മൾ കരുതുന്നില്ല. അത്തരത്തിലല്ല സൂചനകളൊന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മധ്യനിരയിൽ വളരെ പരിചയസമ്പന്നനായിട്ടുള്ളൊരു താരം അത്യാവശ്യമാണ്. ഇപ്പോൾ ലൂക്ക മോഡ്രിച്ചും ടോണി ക്രൂസും അതുപോലെ കാസമിറോയും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലം. അവിടെ നിന്ന് ആദ്യം കാസിയും പിന്നെ ടോണി ക്രൂസിൻ്റെ വിരമിക്കലും അതിനുശേഷം പിന്നെ ഈ ലൂക്ക മോഡ്രിച്ചിന് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാതെ അദ്ദേഹം എസി മിലാനിലേക്ക് പോയതുമൊക്കെ വലിയ രൂപത്തിലുള്ള എക്സ്പീരിയൻസാണ് അവിടെ ചോർത്തിക്കളഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മധ്യനിര താരം വേണം എന്നുള്ളത് സാബി അലോൺസോ ആവശ്യപ്പെട്ടതാണ്, അത് നടക്കാതെ പോയി. അപ്പോൾ അത്തരത്തിലുള്ള ചില പൊടിക്കൈകൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ പരിക്ക് മാറി എതിർ മിലിറ്റാവോയെ പോലുള്ള ഡിഫൻഡർമാരൊക്കെ തിരികെ എത്തുകയാണെങ്കിൽ അതവരുടെ കരുത്ത് വീണ്ടും വർദ്ധിപ്പിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ വിനി ജൂനിയറൊക്കെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് അത്യാവശ്യമാണ്, അതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഫോം ഡിപ്പാവുന്നു, ആ സമയത്താണ് ടീമിന് ഇങ്ങനെ ഒരു തകർച്ചയും സംഭവിക്കുന്നത്. അതിൽ നിന്നൊക്കെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. റയൽ തിരിച്ചു വരുമ്പോഴും അല്ലാതെ ഇവിടെ പോകാൻ ആഘോഷ കമ്മിറ്റിക്കാരെയൊക്കെ അപ്പോഴും കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.